ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അങ്ങനെ നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ റെബൽ മൂൺ മൂവി റിലീസായി നെറ്റ്ഫ്ലിക്സിലാണ് വന്നത്. അപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഈ റെബൽ മൂൺ എന്ന ഇത് വന്നൊരു വലിയൊരു ഫ്രാഞ്ചൈസ് ആയിട്ടാണ് നമ്മുടെ സാക്ക് സ്നൈഡർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ മൂവി. ഇത് വന്ന് ആക്ച്വലി ഫസ്റ്റ് പാർട്ടാണ്. പാർട്ട് 1 എ ചൈൽഡ് ഓഫ് ഫയർ എന്നാണ്. ഇനി വന്ന് സെക്കൻഡ് പാർട്ട് വരാനുണ്ട്. അത് അടുത്ത ഇയറിന് വരും, ഉടനെ വരും. അപ്പം ഒരു വലിയൊരു ഫ്രാഞ്ചൈസാണ് ഇത്. ഇനി വന്ന് സീരീസും ഗെയിംസും ഒക്കെ ഈ റെബൽ മൂണുമായി ബന്ധപ്പെട്ട് വരാനൊക്കെ ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ സാക്ക് സ്നൈഡറിൻ്റെ ആ ഒരു ഡയറക്റ്റിംഗ് സ്റ്റൈലൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കേണ്ട ഒരു പടം തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ബട്ട് കുറച്ച് പോരായ്മകൾ ആക്ച്വലി പടത്തിലുണ്ട്. ഞാൻ വന്ന് വലിയൊരു ഹൈപ്പിലായിരുന്നു ഈ പടത്തിന് വേണ്ടി. ബട്ട് എനിക്ക് വന്ന് അത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല ഈ പടം കണ്ടപ്പം. ഞാൻ റിവ്യൂവിൽ പറയാം. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു പടമെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് വന്ന് ആക്ച്വലി ഒരു അപ്പോക്കലിപ്റ്റ് വേൾഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പല പല ലോകങ്ങളുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന് ഒരു പ്ലാനറ്റിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത് മെയിനായിട്ട്. അവിടെയാണ് നമ്മുടെ ഈ ഒരു മെയിൻ ക്യാരക്ടർ കോറ ഉള്ളത്. അപ്പോൾ ഇവിടെ പ്ലാനറ്റിലോട്ട് കുറച്ച് ഈവിൾ സോൾജേഴ്സ് വരെയാണ്. അപ്പോൾ അവരെ എതിർത്ത് വേണ്ടി ഇവരൊരു ടീമിനെ ഫോം ചെയ്യാം. അവർക്കെതിരായിട്ട് ആ ടീമിനെ ഫോം ചെയ്യാൻ വേണ്ടി ഇവൾ വേറെ വേറെ വേൾഡിലോട്ട് പോവുകയാണ്. അവിടെയുള്ള ചില ആൾക്കാരെ ചൂസ് ചെയ്ത് ഇവളൊരു ടീം ഫോം ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റോറി കൺസെപ്റ്റ്. അത് സിമ്പിളായിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമായിരുന്നു ആ സ്റ്റോറി. അപ്പോൾ ഈ ഒരു മൂവിയുടെ പോസിറ്റീവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി, VFX, CGI, മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗംഭീരമായിരുന്നു. മ്യൂസിക്കൊക്കെ സൂപ്പറായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ ആ ഒരു ഡയറക്റ്റിംഗ് സ്റ്റൈൽ നിറയെ പേർക്ക് ഇഷ്ടമായിരിക്കും. അവരെന്തായാലും ഈ പടം ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയാൻ പറ്റും. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മൂവിയുടെ ആ ഒരു മേക്കിംഗ് ഒക്കെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം സാക്ക് സ്നൈഡറിൻ്റെ ആ ഒരു ഡയറക്ടർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിക് സ്റ്റൈലിലുണ്ടാകും. ഓരോരോ ഫ്രെയിമും അത്രയ്ക്ക് രസമായിരിക്കും, കാണാൻ മനോഹരമായിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ ഈ പടം ഉള്ളിൽ ക്വാളിറ്റി ഒരു കുറവുമില്ല, ഗംഭീരമാണ്. ഓരോ സീനൊക്കെ അത്രയ്ക്കും സൂപ്പർ ക്വാളിറ്റി ആയിട്ടുണ്ടാകുമ്പോൾ ഒരു വിഷ്വൽ വെച്ച് നോക്കിയാണെങ്കിൽ ഈ പടത്തിൽ ഒരു കുറവില്ലെന്ന് പറയാൻ പറ്റും. ഇത് തിയേറ്ററിൽ റിലീസായെങ്കിൽ കൊള്ളായിരുന്നാണ് തോന്നിയത്. കാരണം അത്രയ്ക്കുള്ളൊരു വിഷ്വൽസ് ഈ ഒരു മൂവിയിലുണ്ട്. സോ ക്വാളിറ്റി വെച്ച് നോക്കി ഈ ഒരു പടത്തിൽ ഒരു കുറവുമില്ല. അതേപോലെ തന്നെ VFXും കാര്യങ്ങളൊക്കെ ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഒരു വിഷ്വൽസിന് വേണ്ടി നിങ്ങൾ ഈ ഒരു മൂവി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ എനിക്ക് വന്ന ആ ഒരു വേൾഡൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതിൽ കാണിച്ച ഓരോരോ വേൾഡുകളൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഓരോ വേൾഡിലും ഓരോരോ വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു വേൾഡ് വന്ന് ഒരു കൗബോയ് സ്റ്റൈലിലുണ്ടെങ്കിൽ വേറൊരു വേൾഡിൽ വന്ന് നിറയെ മിത്തിക്കൽ അനിമൽസ് ഉള്ള വേൾഡാണ്. മറ്റൊരു വേൾഡ് വന്ന് ഒരു ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുള്ള വേൾഡാണ്. അപ്പോൾ ഓരോരോ വേൾഡിലും പല പല വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പല ഡിഫറൻസ് പീപ്പിൾസ് ഓരോ വേൾഡിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഒന്ന് ഫൈറ്റ് സീക്വൻസും ഗംഭീരമായിരുന്നു പറയേണ്ടി വരും. തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു ഫൈറ്റ് നടക്കും. അത് തന്നെ സൂപ്പറായിട്ടുണ്ട്. ആ ഫൈറ്റിൽ തന്നെ നമുക്ക് എന്താ പറയുക, അത്രത്തോളം വാല്യൂ ആയിട്ട് തോന്നും. നമുക്ക് ആ ഫൈറ്റ് തന്നെ കാണുമ്പോൾ തന്നെ അടിയടാവന്മാരെ തോന്നുന്ന രീതിയിൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റ് സീക്വൻസ്. സോ ആക്ഷൻ സീക്വൻസിലൊന്നും ഒരു കുറവില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വന്ന് മൂവിയുടെ നെഗറ്റീവ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി നെഗറ്റീവ്സ് ഒരുപാടുണ്ട് ഒരു പടത്തിൽ. ഫസ്റ്റ് തന്നെ ഈ മൂവി വന്ന് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഈ പടം കാണുമ്പോൾ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ലാഗ് തോന്നി. ചില ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ച് ചെറുതായിട്ട് ലാഗൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വന്ന് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നും ഒട്ടും ഇല്ലാത്ത പോലെ തന്നെ എനിക്ക് തോന്നി. ഇല്ല, മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള കോറ, അവർക്ക് തന്നെ വലിയ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത പോലെയാണ് തോന്നിയത് എനിക്ക്. അതായത് ഇതിലുള്ള ഒരു ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഇമോഷനായിട്ട് ഒരു കണക്റ്റ് ഒന്നും തോന്നില്ല. ആരുടെ അടുത്ത് ഒരു ഫീല് നമുക്ക് തോന്നില്ല. ഇപ്പോൾ ഇവിടെ ഫോം ചെയ്ത ടീമിലുള്ള ആൾക്കാരെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഒരു വിധത്തിലുള്ള ഒരു ക്യാരക്ടർ അറ്റാച്ച്മെൻറ്റ് തോന്നില്ല. ഓക്കെ, ആർക്കും തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇവർ കൊടുത്തിട്ടില്ല. നിറയെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ബട്ട് ആർക്കും അങ്ങനെ വലിയൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അവർ ജസ്റ്റ് വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് കാണിച്ചത്. സോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഒട്ടും ഇല്ലാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ വന്ന് ഇതിലെ സ്റ്റോറി വന്ന് എന്താ പറയുക, അത്ര വലിയ ഗംഭീര കഥ എന്ന് പറയാനൊന്നും പറ്റില്ല. സോ ഇതേപോലത്തെ നിറയെ സ്റ്റോറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഇപ്പം സ്റ്റാർ വാർസ് ഒക്കെ എടുക്കാം. സോ ആൾമോസ്റ്റ് അതേപോലെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ സ്റ്റോറി വന്ന് അത്ര വലിയ ഒരു വെറൈറ്റി കഥയൊന്നുമില്ല, ഒരു ക്ലീശയായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പം ഈ ഒരു മൂവിയുടെ ഒരു എക്സ്റ്റെൻഡഡ് കട്ട് വരാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഒരു 6-8 എക്സ്റ്റെൻഡഡ് കട്ട് ഇവരയിലുണ്ട്. അത് റിലീസാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഇവന്മാർക്ക് ആദ്യമേ ഇത് വിട്ടുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പടം തിയേറ്ററിലല്ല, OTTയിലാണ് വന്നത്. അപ്പം ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് കട്ട് ഫസ്റ്റേ വിട്ടാൽ മതിയായിരുന്നു. 6-8 കട്ടേ വിട്ടുകൂടായിരുന്നു. എന്തിനാണ് അത് വച്ചിട്ട് ഇത് വിട്ടതെന്നാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം. സോ എന്തിനാണ് ഇവന്മാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല.
ഓക്കെ, ആൾറെഡി ഈ ഒരു റെബൽ മൂൺ മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് പടമാണ്. സോ ഞാൻ ആക്ച്വലി ഒരു ഹൈപ്പിലായിരുന്നു, ബട്ട് എനിക്ക് അത്ര ഗംഭീരമായിട്ട് ഈ പടം തോന്നിയില്ല. ഒരു ആവറേജ് മൂവിയാണ്. ബട്ട് നിങ്ങൾക്ക് ഈ സാക് സ്നൈഡറിൻ്റെ ആ ഒരു ഡയറക്റ്റിംഗ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആ വിഷ്വൽസിന് വേണ്ടി ഒരു തവണ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ആൾറെഡി ഈ ഒരു മൂവി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചില ആദ്യം പറ്റാൻ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.